ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ അമ്പല്ലൂർ ശ്രീരാമ തിയേറ്ററിൽ നിന്നാണ് നമ്മൾ ഭരതനാട്യം കാണുന്നത്. ഭരതന്റെ നാട്യം. നമ്മുടെ ഭരതൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിൽ നമ്മുടെ സായികുമാർ ചേട്ടനാണ്. കിഡ് പെർഫോമൻസ്, ഉള്ള നാട്യം, ഉള്ള അഭിനയം, അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. ഭരതനാട്യം. പടത്തിന്റെ സംവിധാനം ചെയ്തിരിക്കുന്ന ചേട്ടൻ കൃഷ്ണദാസ് മുരളി. അതൊരു നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ആളെ ഞാൻ പടം എഴുതിയിട്ടുള്ളത്. ക്രൂ വരുന്ന ആ ഒരു 7-8 പേരെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിലൊന്ന് സൈജു കുറുപ്പ്, പടത്തിന്റെ ഓൾ ഇൻ ഓൾ. നമ്മുടെ ബാലേട്ടന്റെ പടത്തിൽ ലാലേട്ടൻ ചെയ്യുന്ന പോലെ ആ റോളല്ല, എന്നാലും ചെറിയ രീതിയിൽ കണക്റ്റഡ് ആയിട്ട് കുറച്ചൊക്കെ ഉണ്ട്. ഇറുക്ക്. പിന്നെ സായികുമാർ, ശ്രുതി സുരേഷ്. നമ്മള് ഏത് പടം, രോമാഞ്ചത്തിലെ നേഴ്സ്, കണ്ണൂർ ഭാഷ സംസാരിക്കുന്ന നേഴ്സ്. അനീഷ് കുറെ പടങ്ങളുണ്ടായിരുന്നു. നല്ല RDX, നല്ല രസമായിട്ട് എല്ലാ പടങ്ങളിലും ചെറിയ റോളൊക്കെ ആയിട്ട് നല്ല റോളുണ്ട് കേട്ടോ ഇതില്. പിന്നെ നമ്മുടെ അഭിരാം, ജാനമലിന്റെ തന്നെയാണോ? ജാനമലിന്റെ നമ്മുടെ ഈവന്റ് മാനേജ്മെന്റ് ചേട്ടൻ അഭിരാം രാധാകൃഷ്ണൻ. പിന്നെ സോഹൻ സീനുലാൽ, കലാരഞ്ജിനി, കിഡ് പെർഫോമൻസ്. നന്ദു പൊതുവാൾ, ദിവ്യ എം നായർ. ദിവ്യയൊക്കെ അടിപൊളി പെർഫോമൻസ് ആയിട്ട് ഈ പടത്തില്. നല്ല പടം സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. 2 ടിൻസായിട്ട് 2 ചേട്ടന്മാരുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. അടിപൊളി. ഒരു നാട്ടുംപുറം, അവിടെ ഒരു വീട്, അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു നായർ തറവാട്, അമ്പലം, പൂജ, അതിൽ ചെറിയ അഴിമതി അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ചുറ്റപ്പെട്ടൊരു ഇൻസിഡന്റ് വീട്ടിൽ സംഭവിക്കുകയാണ്. വേറെ ഒന്നല്ല, ബാലഘട്ടിലൊക്കെ പോലെയുള്ള ഒരു സംഭവം. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായിണ്ടാവല്ലോ. അതായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കഥയാണ്. പടം നല്ല രസമായിട്ട് പോകുന്നുണ്ട്, ഒഴുക്കിൽ പോകുന്നുണ്ട്. കുറച്ച് ആദ്യത്തെ 10-15 മിനിറ്റ് പടം കണക്ഷൻ കിട്ടാൻ കുറച്ച് ലൈറ്റായി. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടൊരു രസം പിടിച്ചിങ്ങനെ പോകുന്നു. അത്യാവശ്യം കണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കോമഡി ഇട്ട് തരുന്നു, ചിരിക്കാനുള്ള വകയുള്ള സാധനങ്ങളൊക്കെ തരുന്നു. ഇങ്ങനെ പോണു. സായികുമാറാണ് പടത്തിന്റെ നട്ടെല്ലായിട്ടുള്ളത്. ഒരുപാട് ഭരതേട്ടന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഭരതേട്ടന്റെ കഥയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങും ചതിക്കും. ഒരു വലിയൊരു സംഭവം ഈ പടത്തിലുണ്ട്. ആള് സാഹചര്യങ്ങളുടെ പുറത്ത് സംഭവിക്കുന്ന തെറ്റല്ല, ആളായിട്ട് വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ പാലാട്ടിലുണ്ടായ പോലെ നെടുപിടി വേണുവിന്റെ അവസ്ഥയല്ല. അപ്പോ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ച് 2 കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ക്ലൈമാക്സിൽ വന്നപ്പോ ഹാപ്പി എൻഡിങ് ആണ്. അടിപൊളിയായിട്ടുണ്ട് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. കണ്ണ് നിറഞ്ഞു 1-2 സീനുകളൊക്കെ ഉണ്ട്. അവസാനത്തെ ഒരു 10-15 മിനിറ്റ് അടിപൊളിയാണ്. ഇന്റർവ്യൂവിന് ശേഷം നല്ല രസമായിട്ട് പടം പോകുന്നുണ്ട്. അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല രസം. സൈജു കുറുപ്പ് അതിൽ ഡിഫറെന്റ് രീതിയിൽ നല്ല പെർഫോമൻസ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആള് ഒരു സീരിയസ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും കേട്ടോ ഈ പടത്തിൽ എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. ആ 8 ക്രൂ ഉള്ള ഈ പടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി ടു തലശ്ശേരി ഒരു 2 സർക്കിൾ, മധ്യ കേരളവും നോർത്ത് കേരളവും തമ്മിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായിട്ട് കണക്ട് ആയിട്ട് പോയിട്ട് ക്ലൈമാക്സിൽ ഹാപ്പി എൻഡിങ്. നല്ല രസമായിട്ടുണ്ട് പടം. ഒരു ചെറിയ പടം, നല്ല നന്മയുള്ള ചെറിയൊരു ഫിലിമാണ്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാം. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ആവറേജ് എക്സ്പീരിയൻസ്. കാശി മുതലായി എന്നൊരു ഫീൽ കിട്ടി എനിക്ക്. ഞാൻ എൻജോയ് ചെയ്ത് കണ്ടു. എൻ്റെ ഒപ്പം 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്കും പടം ഇഷ്ടമായി. പടത്തിന് അത്യാവശ്യം ആളുണ്ടായിരുന്നു. 40-50 ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ചിരിക്കുന്നതും കൈകൊയ്ക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. ഫാമിലിയായിട്ട് കുറെ ആൾക്കാരൊക്കെ വന്നു. അവർക്കും നല്ല വർക്കൗട്ട് ആവും. ഒരു ഹാപ്പി എൻഡിങ് ആയതുകൊണ്ട് പടം ഇറങ്ങി പോരുമ്പോൾ സന്തോഷമൊക്കെ തോന്നി. കണ്ണു നനയ്ക്കുന്ന 2 രംഗങ്ങളും ഉണ്ട്. തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്. എന്ന് വെച്ച് ഓവർ ഹൈപ്പ്, ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും പോകണ്ട. ഒരു കുഞ്ഞു സിനിമ അത്രേ ഉള്ളൂ. അത് രസമായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം കൊണ്ട് രസമായിട്ടുണ്ട്. സൈജു കുറുപ്പ് തന്നെയാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സൈജു കുറുപ്പിന്റെ ആദ്യത്തെ സംരംഭമാണെന്ന് തോന്നുന്നു, സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭരതേട്ടന്മാരെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണേ.